നമുക്കൊരു നായകൻ, നായിക, ഒരു വില്ലൻ. നായകനും നായികയും ഇല്ലാത്ത സിനിമയില്ല. നായകൻ വേണം. നമ്മുടെ നായക സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമായത്. അത് നായകൻ അപ്പോൾ കഥ തന്നെ നായകന് ചവിട്ടിക്കയറാനുള്ള ഓരോ പടികൾ, അല്ലെങ്കിൽ അയാളുടെ പ്രതിബന്ധങ്ങളായിരിക്കും മറ്റ് കഥാപാത്രങ്ങൾ. ആ പ്രതിബന്ധങ്ങളെ തട്ടിത്തെറിപ്പിച്ച് മുന്നേറുന്ന ഒരാളാണ് നായകൻ. അപ്പം നായകനും ഹീറോയും രണ്ടും കൂടെ ഒന്നാക്കിയിരിക്കും ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നായകനും ഹീറോയും രണ്ടല്ലേ. നായകൻ എന്ന് പറഞ്ഞാൽ ആദ്യമധ്യാന്തമുള്ള കഥയിലെ കഥ കൊണ്ടുപോകുന്ന, അതായത് ലീഡിങ് ക്യാരക്ടറാണ് നായകൻ. ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് തന്നെ അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ ക്ലബ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഹീറോ, അതായത് നായകൻ. ഇത് രണ്ടും ഒന്നിച്ചാകണം. അപ്പോൾ ഇയാൾ ആര് വന്നാലും തല്ലും, ഏത് പെണ്ണെ കണ്ടാലും അയാൾ നോക്കും. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു എന്ന് പറയും, ഇയാൾക്ക് നോ എന്ന് പറഞ്ഞാലും ഐ ലവ് യു എന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ. അങ്ങനെ സൃഷ്ടിച്ച് അത് സ്ത്രീകളെ സമ്മതിച്ചു. പുരുഷന്മാരും പ്രത്യേകിച്ച് നടികന്മാരും അവരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണെന്ന് ആ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഹീറോ എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ്. അവനൊരു 5-8-10 ഫൈറ്റ്. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു 8 ഫൈറ്റാണ്. അപ്പം ഞാൻ കൂലിപ്പണി പോലെ രാവിലെ ഇറങ്ങും. എത്ര പടം, കുറേ പടങ്ങൾ ചെയ്ത് ഞാൻ. ദ്രാവിഡൻ, മറ്റേത് തന്നെ ദ്രാവിഡൻ, കുറേ പടമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് എൻ്റെ സിനിമാഭിനയ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തോന്നിയ. അത് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നീട് ഒരു മാറ്റവും ഇല്ല. ഇതൊരു ഫ്രെയിമുണ്ട്. ഇത് ഇവൻ്റെ വിജയം, ഇവൻ്റെ പ്രണയം, ഇവൻ്റെ വിജയം, ഇവൻ ആരെ വിളിച്ചാലും തല്ലും, അവൻ്റെ അതല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ 2000 എന്ന് പറഞ്ഞ വർഷം ഞാൻ അഭിനയിച്ചില്ല. അറിയോ? 2000 എന്ന് പറഞ്ഞ വർഷം ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇന്ന് പറയാൻ പറ്റുമോ ആരോടെങ്കിലും? ഇത് പറയാൻ പറ്റുമോ? പിന്നെ ആരെങ്കിലും എന്നെ വിളിക്കുമോ? ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വേറെ ചെറിയ വേഷത്തിൽ വിളിക്കുമോ? അതുകൊണ്ട് ആരും വിളിക്കുകയല്ല എന്നെ. എന്നാൽ അയാളെ സൈഡ് റോൾ വിളിക്കുകയില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സൈലൻ്റായി. വലിയ ഹീറോ വേഷം പറഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിയും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സിനിമയല്ലേ, അയാൾ ജാടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുമല്ലോ അതിന്. അങ്ങനെയൊക്കെയോ മാറി വന്നതാണ് ഇപ്പോഴും ഇങ്ങനെ തുറന്നു പോകുന്നത്. അല്ലെങ്കിൽ ഞാനും ഒരു പഴയ ഒരു ഹീറോ ആയിട്ട് നിൽക്കണം. ഈ പറഞ്ഞു വന്നൊരു മാറ്റം എന്തായിരുന്നു? അതായത് കോവിഡിന് ശേഷം ഒരു മാറ്റം. അത് അല്ല, പ്രേക്ഷകനല്ലേ. അപ്പം അങ്ങനെ അല്ലാത്ത സിനിമകൾ കണ്ടു തുടങ്ങി പ്രേക്ഷകൻ. അവൻ ഈ കൊറിയൻ സിനിമയും മറ്റേ സിനിമയൊക്കെ കണ്ട് നല്ല കഥ, കഥയല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ. ഇപ്പം ഞാനിപ്പോൾ കണ്ടു പൊന്മാൻ, ഒരു ചെറിയ സിറ്റുവേഷനാണ്. അത് എന്ത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നവർ, വളരെ നല്ല ഭംഗിയായിട്ട് കണ്ട പടം. എന്തുവാ ആ രസമായിട്ടുണ്ടത് അതിനകത്ത് ക്യാരക്ടേഴ്സും. അപ്പോൾ നമുക്കത് അതിനകത്ത് ആരാ ശരി? ആ പെണ്ണ് ശരിയല്ലേ? കല്യാണം കഴിച്ച ചെറുക്കൻ ശരിയല്ലേ? അവൻ വില്ലനായിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആൾക്കാർ. പക്ഷെ അതൊന്നും ഒരു വില്ലനാവേണ്ട കാര്യമില്ലല്ലോ. അയാളെന്ത് വില്ലൻ? അയാൾക്ക് അപ്പോൾ അത് കിട്ടിയിട്ട് വേണം അനിയത്തെ കല്യാണം കഴിപ്പിക്കാൻ. അപ്പോൾ എല്ലാവരും അതുപോലെ. ഈ സ്വർണം കൊടുത്തവനതെ. എല്ലാവർക്കും അവരുടേതായ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഉള്ള ബോധങ്ങളാണുള്ളത് അല്ലേ. ആ ബോധങ്ങളാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സാഹചര്യം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ പിന്നെ അപ്പോൾ ആർക്കും ഒരു ഇപ്പം ഈയിടെ എൻ്റെ അടുക്കൽ ഒരുപാട് പേര് കഥ പറയാൻ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെയാ, പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടൊക്കെ എന്നെ പറ്റി പറയുന്നു. അത് എന്നെ ഞാൻ പറഞ്ഞൊരു അതിനകത്ത് ഹീറോയിസമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ കഥകൾ കാണാൻ പ്രേക്ഷകൻ താല്പര്യമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനൊക്കെ മനസ്സിലായി വരുന്നൊരു കാലമാണ്. അതൊരു നല്ല കാര്യമാണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ശരിക്കും. അത് പത്മരാജൻ്റെയും ഭരതൻ്റെയും ഒക്കെ ഒരു കാലത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പം പിന്നെ അത് എവിടെയോ പാളിപ്പോയി. പിന്നെ അത് വീണ്ടും ഈ പറഞ്ഞ ഹീറോയിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള അതിലോട്ട് പോയി. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണെന്നാണ് പറയുന്നത്. കഥയ്ക്ക് പ്രാധാന്യം അല്ല, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതിലേറ്റവും നല്ല കാര്യമല്ലേ. മറ്റേത് കൃത്യമായിട്ട് 1-2 പേരിലേ ഉള്ളൂ. ഇപ്പം പണ്ടാണെങ്കിലും തലച്ച് മമ്മൂട്ടി, മോഹൻലാൽ മാത്രം ഹീറോ ആയിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി വന്നു, അത് കഴിഞ്ഞ് ജയറാം വന്നു. എന്നിട്ടൊക്കെ പിന്നെ ഗ്യാപ്പല്ലേ. പിന്നെയാണ് രാജു വന്നു. പിന്നെ പടപടപടാന്നല്ലേ ഇപ്പോൾ ആൾക്കാർ വരുന്നത്. എന്ത് പോലത്തെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് സിനിമ എന്തുകൊണ്ടാണ് കൂടുന്നത്. പണ്ട് പറയും മോഹൻലാലും മമ്മൂട്ടിയുടെ ഡേറ്റ് വേണം, എങ്കിൽ പ്രൊഡ്യൂസറുണ്ട്. അതില്ലെങ്കിൽ അല്ല, പിന്നെ സുരേഷ് ഗോപി വേണം. സുരേഷ് ഗോപി ഡേറ്റ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ വേറെ ആൾ, അല്ല ജയറാം, ഇങ്ങനെ 3-4, അല്ല ദിലീപ്, ഇങ്ങനെ 3-4-5 പേരല്ലേ ഉള്ളൂ.
അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ ഇപ്പം ചിന്തിക്കുന്ന രീതിയിലല്ല അന്ന് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ചിന്തയിൽ നിന്നായിരിക്കണം ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു എത്ര പടങ്ങൾ മറ്റേ വാഴ, മറ്റേ പിള്ളേരുടെ മറ്റേ ഇതിനെപ്പറ്റി പോകുന്നത് മഞ്ഞുമല ബോയ്സ്. ഇപ്പം ഞാൻ കുറേ സിനിമകൾ കണ്ടു അതുപോലുള്ളത്. നല്ല സിനിമകളുണ്ട്, നല്ല തോട്ടുണ്ട് അതിനകത്തൊക്കെ പലതിലും. ഇപ്പം ചില വലിയ ഓടിയിട്ടില്ലെങ്കിലും ചില ഒരുപാട് നല്ല സിനിമയുണ്ട് അങ്ങനത്തെ, അല്ലേ? എങ്ങനെയാണ് കാബാലികയിൽ എത്തിയത്? ഈ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? എൻട്രി ചെയ്ത കാബാലിക അച്ഛൻ ആണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം അങ്ങനെ എന്നെ വിളിച്ചതാണ്. നീ പറഞ്ഞ് ഞാൻ അച്ഛനോട് വെറും ഡ്രൈവറായിട്ട് പോയതാണ്, വണ്ടി ഓടിക്കാൻ പോയതാണ്. അന്ന് ആരും അഭിനയിക്കാൻ വന്നില്ല. അപ്പം മണിച്ചേട്ടൻ മന്നക്കുട്ടൻ മണി എന്ന് വെച്ചാൽ ക്രോസ് ബെൽറ്റ് മണി, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. മന്നക്കുട്ടൻ അഭിനയിക്കുക, ഞാനില്ല. എനിക്കിത് കണ്ടപ്പോൾ തന്നെ അത്ര സുഖമായിട്ട് തോന്നിയില്ല പരിപാടി. എന്താ വെച്ചാൽ ഒരു എവിടെയോ നമുക്കൊരു ബന്ധമില്ല, ഒരു കഷ്ണമായിട്ട് എടുക്കരുത്. ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. നമ്മൾ ഒരു നാടകത്തിന് സ്റ്റേജിലേക്ക് കയറി വന്നു, ഒരു കാര്യം നടക്കുന്നു, ആ കാര്യത്തിനനുസരിച്ച് പെരുമാറുന്നു, അതിൻ്റെ ഒരു പരിണാമഗുപ്തി ഉണ്ടാവുമല്ലോ ആ സംഭവത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ഇത് അതില്ലല്ലോ. ഇത് കഷ്ണമല്ലേ. ആ കഷ്ണം കഴിയുമ്പോൾ മറ്റേ കഷ്ണം തുടങ്ങിയതിൻ്റെ അവിടെ നിന്ന് വേണ്ടേ? അല്ല ചിലപ്പോൾ ഇതും കാണുകയല്ല, വേറെ സ്ഥലത്തു നിന്നായിരിക്കും. അങ്ങനെയൊക്കെ അതിൻ്റെ എന്തോ ഒരു അകൽച്ച തോന്നിയത്. പിന്നെ ഇത്ര വലിയ പിന്നെ അന്ന് സിനിമയെന്ന് പറഞ്ഞാൽ വേറെ ദൂരെ മദ്രാസിലുള്ള സാധനമല്ലേ, നമ്മളെ ഇവിടെയെങ്കിലും ഇല്ലല്ലോ. പിന്നീട് ഞാനൊരു 81 മറ്റേ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിരുന്നൊരു രവി ആലുമൂട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ പ്രായമുള്ളതാണ്. പുള്ളി ഇവിടെ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പുള്ളി പോയി KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന നാടകങ്ങളായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ സൃഷ്ടി സിനിമയായി. അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഈ രവിയാണ് ചെയ്തത്. അങ്ങനെ രവിയെ വിളിച്ചു. രവി ഗംഭീര ആക്ടറാണ്. അയാൾ ഗംഭീര ആക്ടറാണ്. അതും രവി അതെല്ലാം കഴിഞ്ഞ് രവി ഒരു പടം എടുത്തു, M. സുകുമാരൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞൊരു നോവലെ ബേസ് ചെയ്തുകൊണ്ട്. അതിനെന്തോ ചെറിയ അവാർഡൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു സിനിമ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. കൂട്ടാ നമുക്കൊരു പടം ചെയ്യാം. ഞാൻ രവി ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം രവി പറഞ്ഞു, ഇത് നമ്മൾ അങ്ങനത്തെ സിനിമയല്ല, ഇത് അങ്ങനെയാണല്ലോ ഈ 70s ആർട്ട്, നമ്മുടെ അരവിന്ദൻ, ജോൺ അബ്രഹാം, അങ്ങനെ ഒരു അത് വേറൊരു കൾട്ടാണല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഒക്കെ ഓട്ടം ഒന്ന് കുറഞ്ഞ് ഈ മഴ സമയം, റിഹേഴ്സലൊക്കെ ഉള്ള സമയം. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, പോയി നോക്ക്, നാടകമൊന്നുമില്ല ഇപ്പം, ശരി നോക്ക്, 5-10 ദിവസത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അത് അഭിനയിക്കാൻ പോയപ്പോൾ അവൻ നമ്മുടെ കൂട്ടുകാരൊക്കെ അറിഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പം ഫിലിമും ഇല്ല, കടുങ്കാപ്പ് കുടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനീ പോന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നാണ് ശരിക്കും പറഞ്ഞാൽ നാണക്കേട്. ആൾക്കാരൊക്കെ അറിയുകയും ചെയ്തു സിനിമയിൽ അഭിനയിക്കാൻ പോയി. ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നൽ ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ സുറുമേട്ട കണ്ണെന്ന പടത്തിനകത്താണ് എന്നെ അല്ല സുറുമേട്ട കണ്ണ് മുമ്പ് ശ്രീകുമാരൻ സാറ് ഒരു പടം ചെയ്തു, അമ്മയ്ക്കൊരുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, കോട്ടയത്ത്. അതിന് ജഗതി ശ്രീകുമാറാണ് ഹീറോ. അന്നത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഹീറോയിൻ. ശ്രീകുമാരൻ തമ്പി പ്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്ത് ഭാഗ്യലക്ഷ്മിയുടെ കാമുകനൊരു ക്യാരക്ടറുണ്ട്, ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു റിഹേഴ്സൽ സമയത്താണ് എന്നെ വിളിച്ചു. 2 സീനേ ഉള്ളൂ. അതാണ് ഞാൻ സുറുമേട്ട കണ്ണിന് മുൻപ് ചെയ്യുന്നത്. പിന്നെ സുറുമേട്ടനകത്ത് ഇങ്ങനെ ഒരു ഹീറോ വേഷം ചെയ്തു. ആ പടം പൊട്ടി. പിന്നെ ആ പൊട്ടിക്കഴിഞ്ഞാൽ ആരും വിളിക്കുകയല്ലോ. അങ്ങനെയുണ്ടല്ലോ ഈ സിനിമയ്ക്ക് വിശ്വാസങ്ങൾ ഭയങ്കരമാണ്. ഇന്നത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രകുമാറിൻ്റെ പല പടങ്ങളുണ്ടായിരുന്നു. ആന, ഉയരിഞ്ഞു നാടാകെ, അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാ പടങ്ങളും വിളിക്കുമായിരുന്നു. പിന്നെ PG വിശ്വംഭരൻ്റെ പിൻനിലാവ്, ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, അങ്ങനെ കുറേ. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂഡൽഹി. അപ്പം അതിൻ്റെ സമയത്തൊക്കെ ഞാൻ അതോടൊപ്പം തന്നെ നാടകവും കളിക്കും, സിനിമ ഉണ്ടെങ്കിൽ സിനിമ അഭിനയിക്കും, പകരത്തിന് ഒരാളെയൊക്കെ വെച്ചിട്ട്. ന്യൂഡൽഹി മുതൽ പിന്നെ ഫുൾ ടൈം നാടകം അഭിനയിക്കാൻ സമയമില്ലാതായി. അതുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് വിട്ടത്. പിന്നെ ഈ പറഞ്ഞ നാടകം വീണ്ടും തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ അച്ഛൻ്റെ നാടകങ്ങളൊക്കെ 4 സ്ത്രീ കഥാപാത്രങ്ങൾ മിക്കവാറും ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളെ ഒരു കഥാപാത്രം തന്നെ കിട്ടിയ ആളില്ല. ഇപ്പം പല നാടക കമ്പനികളും ഒരു സ്ത്രീ അല്ലെങ്കിൽ 2 സ്ത്രീകൾ, എന്നിട്ട് 4-5 ക്യാരക്ടേഴ്സ് കാണും, അമ്മയായിട്ടും അമ്മുമ്മയായിട്ടൊക്കെ മാറി മാറി. അപ്പോൾ നാടകങ്ങളൊക്കെ അതുപോലെ എഴുതേണ്ടി വരും.
പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ നാടകങ്ങൾ പണ്ട് വിലയുള്ളതായിരുന്നു. ഈ പറഞ്ഞ ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ ടിക്കറ്റ് വെച്ചായിരുന്നു, വില കൊടുത്ത് കാണേണ്ട ഒരു സാധനമായിരുന്നു നാടകം. ഈ പ്രേക്ഷകനാണെങ്കിൽ 10,000 പ്രേക്ഷകരേ ഉള്ളൂ, 500 മെമ്പേഴ്സ് കാണും. പിന്നെ ഈ പറഞ്ഞ പ്രഗത്ഭരായ നാടകത്തുക്കൾ നാടകം നിർബന്ധം ആൾക്കാർ വരും. അത് 100-150 രൂപ ടിക്കറ്റിനാണ്. അപ്പോൾ ആ വിലയുണ്ടായിരുന്നു നാടകത്തിന്. അത് ആ കാലം മാറി. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഇത്രയും വലിയ ആൾക്കൂട്ടമല്ലേ, അവിടെ ചെല്ലുമ്പോൾ ലൗഡാകണം. അപ്പോൾ അതാണ് നാടകം. ഇപ്പം നമ്മൾ പലരും പറയുന്ന നാടകത്തിൽ അഭിനയം ഓവർ ആക്ടിങ് എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ അല്ല. പണ്ടൊന്നും ഞങ്ങൾ കളിക്കുന്ന ഈ രീതിയേ അല്ല. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുന്നത് തന്നെ റിയലിസ്റ്റിക് ആയിരുന്നു. എനിക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല സിനിമയിൽ നാടകമായിട്ടേ. അന്ന് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റേജിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ ചില കാര്യം ഇപ്പം സിനിമയിലൊക്കെയാണ് ഒരു പെണ്ണിനോട് സ്നേഹം ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, പ്രേമമാണെന്ന് മനസ്സിൽ. മറ്റേത് അത് പറ്റുമോ നാടകത്തിൽ? ഈ നാട് പൊട്ട വിളിച്ചു ഐ ലവ് യു എന്ന് വിളിച്ചു പറയണം. അതിൻ്റെ ഒരു അതായത് ആ ഒരു ഇപ്പം റിയലിസം എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ഏതൊരു കലാരൂപം റിയലിസം എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ പ്ലസ് ഉണ്ടാവും അല്ലേ, ആർട്ടിലാണെങ്കിലും ഉണ്ടാവും, എഴുത്തിലാണൊക്കെ ഉണ്ടാവും. പിന്നെ സിനിമയിലാണെങ്കിൽ ഒരു പ്ലസ് ആണെങ്കിൽ നാടകത്തിൽ ഒരു പ്ലസ്സും കൂടെ ഉണ്ട്, 2 പ്ലസ് ഉണ്ടോ ചുരുക്കം. അത് അത്രയോ ഉണ്ടല്ലോ അഭിനയത്തിൻ്റെ ശബ്ദം കൊണ്ടും. പിന്നെ നാടകം 90% ശബ്ദം കൊണ്ട് നിയന്ത്രിക്കേണ്ട അല്ല, നമ്മളുടെ ഇമോഷൻ ശബ്ദം കൊണ്ടാണല്ലോ എത്തിക്കേണ്ടത്. ആ ഒരു വ്യത്യാസമൊക്കെ. പിന്നെ നമുക്ക് ഞാനിപ്പോൾ എനിക്ക് വേറൊരു പണി ആലോചിച്ചിട്ടുമില്ല, ഒന്നും അറിയാനും മേല. ഇത് തന്നെ ഓരോന്നും പുതിയ വരുമ്പോൾ അത് പുതിയ പഠിക്കുന്നതല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇതുവല്ലതും